വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോസ്റ്റാറ്റിയിൽ വരുന്ന സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. അതിൽ ഏകദേശം പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് 12 സാമ്പിളിംഗ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രൊബബിലിറ്റി സാമ്പിളിംഗ് നോക്കാം. അപ്പോൾ എന്താണ് പ്രൊബബിലിറ്റി സാമ്പിളിംഗ്? ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് തന്നെയാണ് ഈ ഒരു പ്രൊബബിലിറ്റി സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയൊരു പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന്റെ സൈസിനെ നമ്മൾ ക്യാപിറ്റൽ N എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഏത് ഇൻഡിവിജ്വലിനെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആണ്. ഓക്കെ, എവറി മെമ്പർ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ ആണ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു സാമ്പിൾ അതിനെ നമ്മൾ സ്മോൾ n എന്നാ പറയാം, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ടീച്ചറായിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ 100 കുട്ടികളാണ് ഉള്ളത്, ടോട്ടൽ പോപ്പുലേഷൻ 100 ആണ്. അതിൽ നിന്ന് നമ്മളൊരു 30 കുട്ടികളെ സെലക്ട് ചെയ്യാണ്. റാൻഡം ആയിട്ടാണ്, പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും ബേസ് ചെയ്യാതെ റാൻഡം ആയിട്ട് 30 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അതാണ് പ്രൊബബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ പ്രൊബബിലിറ്റി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിലോട്ട് പോകാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗ്. നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് പഠിക്കുമ്പോൾ ക്ലസ്റ്റർ ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട്. രണ്ടും പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ കുറച്ച് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് കുറച്ചും കൂടി വലിയ പോപ്പുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സ്ട്രാറ്റിഫൈഡിനേക്കാളും വലിയ ഡാറ്റാസ് ഒക്കെ വരുമ്പോഴാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ആ ഒരു പോപ്പുലേഷൻ, ഏത് പോപ്പുലേഷൻ ആണോ ഉള്ളത് ആ പോപ്പുലേഷൻ നമ്മൾ കുറേ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ ക്ലസ്റ്റേഴ്സും എന്താണ്, ഹെട്രോജിനസ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആണ്. ആ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ സ്ട്രാറ്റിഫൈഡ് പഠിക്കുമ്പോൾ ഓരോ സ്ട്രാറ്റാസും ഹോമോജീനസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹെട്രോജിനസ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ആ ഓരോ ക്ലസ്റ്റേഴ്സിൽ നിന്നും ഒന്നുകിൽ ഒരു ക്ലസ്റ്ററോ അല്ലെങ്കിൽ ആ കുറേ ക്ലസ്റ്റേഴ്സിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു 10 ക്ലസ്റ്റേഴ്സ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ക്ലസ്റ്റേഴ്സിൽ നിന്ന് മാത്രമേ നമ്മൾ ഫർദർ സാമ്പിളിംഗ് സ്റ്റഡി നടത്തുള്ളൂ. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. സപ്പോസ് നമുക്ക് ഈ ഒരു കേരളം ത്രൂ ഔട്ട് ഉള്ള കുട്ടികളുടെ ആ ഒരു ഫോൺ യൂസേജ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടികളുടെ ഫോൺ യൂസേജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പോൾ ടോട്ടൽ സ്കൂൾസ് 200 സ്കൂൾ ഉണ്ട്. ആ 200 ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികളുടെ ഫോൺ യൂസേജ് നമുക്ക് പഠിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 200 സ്കൂളിലെയും കുട്ടികളെ നമ്മൾ ബേസ് ചെയ്തിട്ട് റാൻഡം ആയിട്ട് സാമ്പിൾ ചെയ്തിട്ട് പഠിക്കാൻ പറ്റില്ല, അത്രയും വലിയ ഡാറ്റാസ് ആണ്. സോ നമ്മൾ എന്തെടുക്കുക, ഓരോ സ്കൂളിനെയും നമ്മൾ ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടുക. ആ ഓരോ സ്കൂളിലും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ഫോൺ യൂസേജ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ. ആ ഓരോ ക്ലസ്റ്റേഴ്സ്, ഈ ഒരു 200 ക്ലസ്റ്റേഴ്സിലും ഓരോ ക്ലസ്റ്റർ നോക്കിയാലും അതിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഓരോ ക്ലസ്റ്ററും ഹെട്രോജീനസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ 200 ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു ആ ഒരു വലിയ പോപ്പുലേഷനെ. പക്ഷേ ഈ 200 എണ്ണത്തിൽ നമ്മൾ 200 സ്കൂളും ചെക്ക് ചെയ്യുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. ആ ഒരു 200 എണ്ണത്തിൽ നമ്മൾ റാൻഡം ആയിട്ട് ഒരു 10 സ്കൂൾ അല്ലെങ്കിൽ 10 ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്തു. ആ ഒരു 10 ക്ലസ്റ്റേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫർദർ സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് നടത്തുന്നത്. ഇതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലോട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും പോപ്പുലേഷനെ നമ്മൾ കുറേ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ സ്ട്രാറ്റയും ഹോമോജീനസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ കൊടുത്ത പോയിന്റ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെതായിട്ടുള്ള ഒരു സിമ്പിൾ പോയിന്റ് ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പോപ്പുലേഷന് കുറേ ഹോമോജീനസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റാസിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം സെയിം ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സെയിം ക്രൈറ്റീരിയയിലുള്ള ആൾക്കാരായിരിക്കും. എന്നിട്ട് ഈ ഒരു ഹോമോജീനസ് ഗ്രൂപ്പ്, ഇപ്പം ഒരു 100 അല്ലെങ്കിൽ 50 ഹോമോജീനസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 50 ഗ്രൂപ്പിനെയും നമ്മൾ സെപ്പറേറ്റ്ലി സെലക്ട് ചെയ്ത് അനലൈസ് ചെയ്യും. ക്ലസ്റ്ററിൽ നമ്മൾ 200 ക്ലസ്റ്റേഴ്സിലെ 10 എണ്ണത്തിനെ മാത്രമേ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഹോമോജീനസ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ എല്ലാ സ്ട്രാറ്റേനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾസ് ആർ സെലക്ടഡ് സെപ്പറേറ്റ്ലി ഫ്രം ഈച്ച് ഹോമോജീനസ് സ്ട്രാറ്റം. ഓരോ ഹോമോജീനസ് സ്ട്രാറ്റത്തിലും നമ്മൾ ഫർദർ റാൻഡം സാമ്പിളിങ് ചെയ്യും. എന്നിട്ട് ശേഷം ആ ഓരോ സ്ട്രാറ്റാസിലെയും ഇൻഫർമേഷൻസ് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. അപ്പം സപ്പോസ് നമ്മളൊരു ഹൈസ്കൂളിൽ 8th 9th 10th, ഓക്കെ, 8th
9th 10th ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു എക്സാം സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ഓരോന്നും 8th എന്ന് പറയുന്നത് സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണല്ലോ, അതൊരു സ്ട്രാറ്റ 1, 9th സ്ട്രാറ്റ 2, 10th സ്ട്രാറ്റ 3 അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ 3 സ്ട്രാറ്റയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക. ആ ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡം ആയിട്ട് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യാണ്. ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡം ആയിട്ട് ആ ഓരോ ഹോമോജീനസ് സ്ട്രാറ്റയിൽ നിന്നും കുട്ടികളെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നമ്മൾ പ്രോബബിലിറ്റിയിൽ ഇപ്പൊ 3 സാമ്പിളിങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന സാമ്പിളിംഗ് നോക്കാം. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, അപ്പൊ ഈ മൾട്ടി സ്റ്റേജ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒറ്റ സ്റ്റേജിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. പക്ഷെ മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സാമ്പിളിംഗ് ടെക്നിക്സ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് മൾട്ടിപ്പിൾ സ്റ്റേജസ് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ ആ വലിയൊരു പോപ്പുലേഷൻ നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എടുത്ത ഓരോന്നിനും നമ്മൾ വേണമെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ നമ്മൾക്ക് ഈ ഒരു കേരളം ത്രൂ ഔട്ട് ഉള്ള കുട്ടികളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് പഠിക്കാനാണെങ്കിൽ സ്കൂളിലാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ആ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളയും ആൾക്കാരുടെ എണ്ണം നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ. ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളയും ആൾക്കാരുടെ എണ്ണം പഠിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ ഒരു 14 ക്ലസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ 14 ക്ലസ്റ്റേഴ്സിൽ നിന്നും ഒരു 3 ക്ലസ്റ്റർ മാത്രം, ഒരു 3 ഡിസ്ട്രിക്റ്റ് മാത്രം സെലക്ട് ചെയ്തു. ഇപ്പം കണ്ണൂർ, എറണാകുളം, മലപ്പുറം ആണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ആ 3 ക്ലസ്റ്റർ എടുത്തു. ആ 3 ക്ലസ്റ്ററിൽ നിന്നും ഫർദർ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഡിസ്ട്രിക്റ്റിലുള്ളയും സ്കൂൾസിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരു 5 സ്കൂൾ സെലക്ട് ചെയ്തു, കണ്ണൂരിൽ നിന്ന് ഒരു 4 സ്കൂൾ സെലക്ട് ചെയ്തു അല്ലെ. പിന്നെ ഏതാ ഈ ഒരു കാസർഗോഡ്, ഏതായിരുന്നു പറഞ്ഞത്, കാസർഗോഡ് ആണെങ്കിൽ കാസർഗോഡിൽ നിന്ന് ഒരു 3 സ്കൂൾ സെലക്ട് ചെയ്തു. അതായത് ഫർദർ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് നടത്തി, അതിൽ നിന്ന് പിന്നെയും നമ്മൾ സാമ്പിളിംഗ് നടത്തുകയാണ് അല്ലെ. ഓരോ സ്കൂളിൽ നിന്നും 5, 4 അങ്ങനെ രണ്ടമായിട്ട് സെലക്ട് ചെയ്യാണ്. ദെൻ ആ ചെയ്ത സ്കൂളിൽ നിന്ന് നമ്മൾ ഫർദർ എന്ത് ചെയ്യാണ്, 5ൽ തന്നെ +1 എത്രയുണ്ട് അല്ലെങ്കിൽ +2 എത്രയുണ്ട്, ആ ഒരു മെത്തേഡ് അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സാമ്പിളിങ്ങിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് ഈ ഒരു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു റെഗുലർ ഫിക്സഡ് ഇന്റർവെൽസിലാണ് നമ്മുടെ സെലക്ഷൻ നടത്തുന്നതെങ്കിൽ, ആ ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണെങ്കിൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റെഗുലർ ഇന്റർവെൽസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് n/n എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിലുള്ള ലൈബ്രറീസ് ഉണ്ട്. ആ ലൈബ്രറീസിലുള്ള എല്ലാ ബുക്സിന്റെയും ഒരു അവസ്ഥ, കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ലൈബ്രറിയിൽ സപ്പോസ് എത്ര ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 500 ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ലൈബ്രറിയിൽ 500 ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു 500 ബുക്കും ആ ഒരു ലൈബ്രറിയിൽ 500 ബുക്കും നമ്മൾ കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് പകരം 50 ബുക്ക് നമ്മൾ സെലക്ട് ചെയ്തു. 50 ബുക്കിന്റെ കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഏതെല്ലാം ഇന്റർവെൽസിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഈ ഒരു 50 ബുക്സ് എങ്ങനെ ഏതെല്ലാം ഇന്റർവെൽസിൽ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് 50 സാമ്പിൾ ആണ്. ടോട്ടൽ 500 സാമ്പിൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 500 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, അപ്പൊ എത്ര കിട്ടുക, 10 കിട്ടി. അപ്പൊ 10 ഇന്റർവെൽസിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യത്തെ ബുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും റാൻഡം ആയിട്ട്, ആദ്യത്തെ സ്റ്റെപ്പ് റാൻഡം ആയിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏതെങ്കിലും നമ്പർ ബേസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു ലൈബ്രറിയിലെ റോയിൽ 7ാമത്തെ ബുക്ക് 7th ബുക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് 7th ആണ്. അപ്പൊ അടുത്തത് 7 + 10 17 ആയിരിക്കും വരിക. നെക്സ്റ്റ് 27, 37 അങ്ങനെ പോയി 50ാമത്തെ ബുക്ക് വരെ നമ്മൾ വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ആണ്. നമ്മൾ പ്രൊബബിലിറ്റി ബേസ് ചെയ്തിട്ട് പറയുന്നത് അവിടെ ഈക്വൽ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ് ആണ്. പക്ഷേ നോൺ പ്രൊബബിലിറ്റിയിൽ അവിടെ ഈക്വൽ ചാൻസസ് അല്ല, ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ള ചാൻസ് ഇല്ല. അവിടെ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രൊബബിലിറ്റി ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് വളണ്ടറി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അവിടെ സെൽഫ് സെലക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സിൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ ആ ഒരു സാമ്പിളിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂള് ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ടീച്ചർ ചോദിക്കുകയാണ്, ഹോംവർക്ക് ബാൻ ചെയ്യണോ അല്ലെങ്കിൽ ഹോംവർക്കിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഡിബേറ്റിന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യും, എണീറ്റ് നിന്നിട്ട് ഉത്തരം പറയും അല്ലേ, അല്ലെങ്കിൽ അതിന്റെ വ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്സ്, അവരുടെ എന്താ ആ ഒരു സജഷൻസ് അവരെ അറിയിക്കും, ഒപ്പീനിയൻ അവരെ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്തു. അവർ സെൽഫായിട്ട് എണീറ്റ് വന്ന് എന്താ ഒരു സാമ്പിളിംഗ് മെത്തേഡിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനെയാണ് വളണ്ടറി സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the next one ആണ് convenience sampling. convenience sampling എന്ന് പറയുമ്പോൾ samples are selected based on easy reach അല്ലെങ്കിൽ accessibility. easy reach അല്ലെങ്കിൽ accessible ആയിട്ടുള്ള സാമ്പിൾസിനാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആരെയാണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അവരെ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം എന്താ കോളേജ് സ്റ്റുഡൻസിന്റെ ഒരു റിസർച്ച് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ ഒരു റിസർച്ച് ആണെന്ന് വിചാരിക്കുക, സോഷ്യൽ മീഡിയ യൂസേജിൻ്റെത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ടൈമിന്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ അവർ എന്ത് ചെയ്യും, അവരുടെ പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള ആൾക്കാരോട് മാത്രം എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അന്വേഷിക്കും അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് കളക്ട് ചെയ്യും. അപ്പൊ അത്തരം സാമ്പിളിങ്ങിനെയാണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ചുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ചെയ്യുമ്പോൾ ആ റിസർച്ചർ ആരെ സെലക്ട് ചെയ്യണമെന്ന് ആ റിസർച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു റിസർച്ചറിന്റെ നോളജും ജഡ്ജ്മെന്റും ബേസ് ചെയ്തിട്ട് ആരെയൊക്കെ സെലക്ട് ചെയ്യണമെന്ന് അയാളാണ്, ആ ഒരു പെർട്ടിക്കുലർ റിസർച്ചറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു സ്കൂളില് ഒരു സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ഒരു സ്റ്റഡി നടത്തുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ റിസർച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം ആ ഒരു സ്കൂളിലുള്ള ഹെഡ് ആരാണ് അല്ലെങ്കിൽ ഹെഡ് ടീച്ചർ ആരാണ്, ഡിപ്പാർട്ട്മെന്റ് ആരാണ്, സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആരൊക്കെയാണെന്നാണ് മിക്കവാറും ആ ഒരു റിസർച്ചർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്വാട്ട സാമ്പിളിംഗ് ആണ്. ഇതും മേ ബി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ സ്ട്രാറ്റിഫൈഡിൽ നമുക്ക് റാൻഡം ആയിട്ടാണ് സാമ്പിളിംഗ് മെത്തേഡ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കേണ്ടത് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിന്റെ നമ്മൾ എത്ര സാമ്പിൾ ചൂസ് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടേം ആണ് ക്വാട്ട സാമ്പിളിംഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഒരു ലാർജർ പോപ്പുലേഷനെ കുറേ സ്മോൾ ഗ്രൂപ്പ് ആക്കി ആ ഒരു ലാർജർ പോപ്പുലേഷന്റെ കേസിലാണ് ക്വാട്ട സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്ര സാമ്പിൾ ആണോ സെലക്ട് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. ആ ഫിക്സ് ചെയ്ത് വെച്ച നമ്പർ ബേസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് കൺവീനിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മളിപ്പം ഒരു റിസർച്ചേഴ്സിന് ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോൺ തന്നെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിൽ സ്മാർട്ട് ഫോണിന്റെ യൂസേജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് കണ്ടുപിടിച്ചു, ഓൾറെഡി ഒരു ഫിക്സഡ് ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ 50 ബോയ്സും 50 ഗേൾസും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു സെലക്ടഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ വെച്ചു. അപ്പൊ ഇത്ര സാമ്പിളിംഗ് നമുക്ക് വേണം. എന്നിട്ട് നമുക്ക് കൺവീനിയൻസ് ആയിട്ട് നമ്മൾ കുറേ പേരെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് ഇപ്പൊ ബോയ്സ് 50 ആകുന്നത് വരെ നമ്മൾ സെലക്ട് ചെയ്തു, ഗേൾസ് 50 ആകുന്നത് വരെ, ഒരു സാമ്പിൾ കംപ്ലീറ്റ് ആകുന്നത് വരെ, ആ ഒരു നമ്പർ ഫിക്സഡ് നമ്പർ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സാമ്പിളിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു മെത്തേഡിനെയാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം നെക്സ്റ്റ് ആണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്. ആ ഒരു പേര് പോലെ തന്നെ സീക്വൻസ് ആയിട്ടാണ്, ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആയിട്ടാണ് സാമ്പിളിംഗ് നടത്തുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. ഇപ്പം ഒരു ചോക്കോബാറിന്റെ ഒരു ഫാക്ടറിയാണ്. അപ്പൊ അതിൽ നമ്മൾ 1000 ചോക്കോബാർസ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, 1000 ചോക്കോബാർസ് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ആ ഒരു 1000 ചോക്കോബാർസിന്റെ അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റിന്റെ ബാറിന്റെ ആ ഒരു ഡിഫക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഡിഫക്റ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് 1000-ൽ ആദ്യത്തെ 20 എണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്തു. ആദ്യമുള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള 20 എണ്ണത്തിനെ സെലക്ട് ചെയ്തു. ആ 20 എണ്ണത്തിൽ ഇപ്പം നമ്മളൊരു 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എണ്ണം ഡിഫക്റ്റ് ഉള്ളതാണെങ്കിൽ ആ ടോട്ടൽ ആ ഒരു 20 സാമ്പിൾ, ആ ഒരു സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. then ഒന്നോ രണ്ടോ ഡിഫക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 20 സാമ്പിൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത 20 സാമ്പിൾ എടുത്തിട്ട് ഫർദർ ചെക്ക് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ അടുത്ത 20 സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ സീക്വൻസ് ആയിട്ട് സാമ്പിളിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. എക്സാമിന് ഇതും പലതവണ സ്നോബോൾ സാമ്പിളിംഗ് ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി അവിടെ ഒരു എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്ത പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ആ പാർട്ടിസിപ്പൻസിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ പുതിയ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാണ് ഈ ഒരു സ്നോബോൾ. നമ്മൾ ഈ ഒരു സ്നോബോൾ എന്ന് പറയുമ്പോഴും മഞ്ഞപ്രദേശങ്ങളിൽ ആദ്യം ഒരു ചെറിയ സ്നോബോൾ ഉണ്ട്. അത് നമ്മൾ താഴോട്ടേക്ക് ഉരുട്ടി വിട്ടാൽ ആ ഒരു ചെറിയ സ്നോബോളിന്റെ കൂടി എന്താ, വലിയ കുറേ സ്നോബോൾ, ഇതൊരു ആദ്യം ചെറുതായിരുന്നു, അതൊരു മലമുകളിലൂടെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ സ്നോ കൂടി 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 എന്താ, ആ ഒരു സ്നോബോളിന്റെ വലിപ്പം കൂടി കൂടി വരും. അതാണ് ഈ ഒരു സ്നോബോൾ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോപ്പുലേഷനിൽ അവർക്ക് അറിയുന്ന ആൾക്കാരെ അവർ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ പിന്നെയും നമ്മൾക്ക് ഇൻഫർമേഷൻ തരും. അവരെയും കൂടി ആ ഒരു സാമ്പിളിങ്ങിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. then പുതിയ ആൾക്കാരോട് വീണ്ടും ചോദിച്ചിട്ട് പുതിയ ആൾക്കാരെ. ഓക്കെ, അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹിഡൻ അല്ലെങ്കിൽ ഹാർഡ് ടു റീച്ച് ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം ഡ്രഗ് യൂസേഴ്സ് നമുക്ക് നേരിട്ട് പോയിട്ട് അവരോട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. മൈഗ്രന്റ് ആയിട്ടുള്ള വർക്കേഴ്സ്, റെയർ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ ഹിഡൻ ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു റോളിംഗ് സ്നോബോൾ പോലെയാണ് ആ ഒരു സാമ്പിളിംഗ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, ബയാസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഒരു ലിമിറ്റഡ് സാമ്പിൾസിനെ മാത്രമേ നമുക്ക് ഈ ഒരു സ്നോബോൾ സാമ്പിളിംഗ് ബേസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. then ലാസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ് ആണ് കീ ഇൻഫോർമെന്റ് സാമ്പിളിംഗ്. അപ്പൊ കീ ഇൻഫോർമെന്റ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റസ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വലിൽ നിന്ന് നമ്മൾ എന്താ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ ഒരു എന്താ ഡ്രഗ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ആ ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനോടാണ് അതിന്റെ ഇൻഫർമേഷൻസ്, എത്ര പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ കണക്കുകൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡോക്ടേഴ്സിനോടാണ് അല്ലെ. അപ്പോൾ ഒരു സ്കൂൾസിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ സ്കൂൾ ഓവറോൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ലെവൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു സ്കൂൾ പ്രിൻസിപ്പളിനോടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കീ ആയിട്ടുള്ള ഇൻഫോർമൻസ്, ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടാകും. അതാണ് കീ ഇൻഫോർമെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാംസിന് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഇമ്പോർട്ടന്റും അൺഇമ്പോർട്ടന്റും ആയിട്ടുള്ള ചോദിക്കാത്തതുമായിട്ടുള്ള എല്ലാ സാമ്പിളിംഗ് മെത്തേഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഭാഷയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഒപ്പം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടാഗ്സ് അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത കുറച്ച് ടാഗ്സും കൂടി ഞാൻ ആ ഒരു ഷോപ്പിംഗ് ടാഗ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.